ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്ന ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് സ്ക്രൂ ഡ്രൈവറാണ്. ബാറ്ററി പവേർഡാണ് ഇത്. ഒരു കമ്പനിയായിട്ട് തരുമ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് തരിക. അതായത് ഒരു 14 ടൂൾ കിറ്റുണ്ട്, അല്ല നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ കിറ്റുണ്ട്, പിന്നെ ഒരു മെയിൻ കിറ്റുണ്ട്. ഇതിൽ നമ്മൾ 4 ആൽക്കലൈൻ ബാറ്ററി ഓൾറെഡി നമുക്ക് പാക്കേജിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ റീചാർജബിൾ ബാറ്ററി 1.5ൻ്റെ റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കാം. AA സൈസ് ബാറ്ററിയാണിത്. ഇതിപ്പോൾ ഓൾറെഡി കൂടി ഉണ്ട്. ഇത് എൻലൂപ്പിൻ്റെയാണ്, അല്ല എൻലൂപ്പല്ല, കെൻഡാൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ബാറ്ററിയാണ്. 1.4 വോൾട്ടിൻ്റെ. ഇത് നമുക്ക് അതിൻ്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം, ഇതിൻ്റെ വോൾട്ടേജ് 6 വോൾട്ടാണ് ഞാൻ പറഞ്ഞു. മാക്സിമം ടോർക്ക് 2.9 ആണ്, NM ആണ്. അത്യാവശ്യം പവറുണ്ട്. നോ ലോഡ് സ്പീഡ് 130 RPM ആണ്. വെയിറ്റ് 0.24 kg ആണ്. അപ്പോൾ 2.9 ടോർക്കുള്ള കാരണം അത്യാവശ്യം പവർ ഉണ്ടായിരിക്കും. അത്യാവശ്യം നമ്മുടെ നോർമൽ യൂസിനൊക്കെ ഉപയോഗിക്കാം. ഊരാനും അത്യാവശ്യം ഹാർഡുള്ളതൊക്കെ ഉപയോഗിക്കാം. ഇത് ബ്ലാക്ക് ആൻഡ് ഡെക്കർ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇത് USA ബ്രാൻഡ് കമ്പനിയാണ്. ഇത് അവിടെ കാണാം, രജിസ്റ്റേർഡ് USA ആണത്. 1 year വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്. അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ MRP നോക്കുകയാണെങ്കിൽ 1575 ആണ് MRP. അതിൽ 890, 850 സംതിങ് ഇങ്ങനെ കുറച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൈസ്. 900 താഴെ എന്തായാലും കിട്ടും. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ്സ് ആൽക്കലൈൻ സ്ക്രൂ ഡ്രൈവർ, 14 പീസ് അക്സസറി ബിറ്റാണുള്ളത്, 4 ആൽക്കലൈൻ ബാറ്ററി. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാക്കേജിങ് അല്ല, സീൽഡാണ്. സൈഡ് കട്ട് തന്നെ വേണം. എന്തായാലും ബാറ്ററി 2 പിന്നെ ടൂൾ കിറ്റ്. ഇത് അലോയാണ് കേട്ടോ, ശരിക്കും അലോയ, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് മെയിൻ സ്ക്രൂ ഡ്രൈവറിൻ്റെ കിറ്റാണ്. നല്ലതും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ക്വാളിറ്റി ഇത് ഒരെണ്ണം നമുക്ക് ഇൻവേർട്സും ഒരെണ്ണം ക്ലോക്ക് വൈസും ഒരെണ്ണം ആൻറ്റി ക്ലോക്ക് വൈസും ആണ്. അതിൻ്റെ മോഷൻ എന്ന് വെച്ചാൽ സ്ക്രൂ വരാനും ടൈറ്റ് ചെയ്യാനും കൂടിയിട്ടാണ്. 2 മോഡുണ്ട് ഇതിൽ, പവർ മോഡും ഉണ്ട്, മാനുവൽ മോഡും ഉണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് നോർമൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. പവർ മോഡിലിട്ടാൽ നമുക്ക് ബാറ്ററി പവർഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ ബോക്സിലുള്ളത് മാനുവലാണ്. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒരു മാനുവലുണ്ട്. 1 year വാറണ്ടി കാർഡും ഉണ്ട്. അത് വാറണ്ടി കാർഡാണ്. മാനുവൽ ഇത് താഴെയുണ്ട്. യൂസസ് എങ്ങനെയാണ് അതൊക്കെ ആണ് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ മാനുവൽ. ഇത് കുറേ ഭാഷകളുണ്ട്. ചൈനീസ്, ഇന്ത്യൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, കുറേ ഭാഷകളുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് മെയിൻ സാധനത്തിലേക്ക് നോക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഡക്റ്റ് മാത്രമാക്കി. ഇപ്പോൾ ബാറ്ററി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഇടുന്ന പോർഷൻ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് ബാറ്ററി ഇടുന്ന സ്പേസ് ഇങ്ങോട്ട് പുറത്തേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാറ്ററി ഇടാം. 1.5ൻ്റെ ബാറ്ററിയാണ്. നമ്മളിപ്പോൾ നിങ്ങൾ റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ നോക്കണം. ചിലത് 1.2 വോൾട്ടിൻ്റെ ഉണ്ട്, അത് ഇട്ടാൽ പവർ കുറയും. അപ്പോൾ 1.5ൻ്റെ തന്നെ വാങ്ങിക്കണം റീചാർജബിൾ വാങ്ങിക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിടാം. ഇതിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഇടേണ്ടതെന്ന്. അതേ പൊസിഷൻ നോക്കിയിട്ടിടാം. ഒരെണ്ണം മൈനസും. 4 ബാറ്ററി ഉണ്ട് ഇതിൽ. 2 സൈഡിൽ ഇടണം. സ്പ്രിങ് ഒന്നും കാണാനില്ല. സ്പ്രിങ് അല്ല ഇതിൽ, ജസ്റ്റ് പ്രസ്സിങ് ആണ്. അത് കഴിഞ്ഞു. നമുക്കിത് ഇടാം. ഇത് ഇനി ഇടുമ്പോൾ ഇത് നോക്കേണ്ടത് സൈഡ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറിപ്പോവില്ല. ഇങ്ങനെ ഇട്ടാൽ കയറില്ല. ഈ സൈഡിലാണ് അതിൻ്റെ ഹോൾ വരുന്നത്. അപ്പോൾ ഈ സൈഡിലേക്ക് ഏറ്റവും ഇടണം. കയറി. നമുക്ക് വർക്ക് ചെയ്യണോ നോക്കാം. അതാ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബിറ്റ്സ് വയ്ക്കാം. അതിൻ്റെ ബിറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു സ്റ്റാൻഡിലാണ്, ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ 2 സ്റ്റാൻഡിലാണ്. 14 ബിറ്റ്സ് ഉണ്ട്. ആവശ്യമില്ല എല്ലാ സ്റ്റാർ, പ്ലെയിൻ എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പും, ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും ഉണ്ട്. ഇതൊന്ന് വെച്ച് നോക്കാം. ഒരു പ്ലെയിൻ ഇത് വെച്ച് നോക്കാം. ശരിക്കും നല്ല ബിൽഡ് ക്വാളിറ്റി. അത് അലോയാണ് ശരിക്കും, ഫീൽ ചെയ്യുന്ന അറിയുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ്സിങ് ടൈപ്പാണ്. പ്രസ് ചെയ്തു ലോക്കായി ഒരു സൗണ്ട് കേൾക്കും, ലോക്കാവണം. എൻ്റെ
ഒരു പവർ മോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് തിരിയുന്നത്, മറ്റേത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നതാണ്. നമുക്കിത് നോക്കി നോക്കാം. തിരിയുന്നത് 130 RPM ആണ് ഇവർ പറഞ്ഞാൽ മാക്സിമം സ്പീഡ് കാണിക്കുന്നത്. നമുക്ക് ഇനി വല്ല ഇതിൽ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂവിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് സ്റ്റാർ ടൈപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അലമാരിയുടെ ഇതായിരുന്നു. അപ്പോൾ സോറി, ഇത് മാനുവൽ മോഡിലാണ്. നമുക്ക് പവർ മോഡിലേക്ക് മാറ്റാം. ഫുള്ള് കഴിഞ്ഞു. ഒന്നടുത്തേക്ക് വയ്ക്കുകയാണ്. നല്ല പവറുണ്ട് കേട്ടോ, നല്ല പവറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റിലെ വാതിൽമത്തി എല്ലാം കിട്ടുന്നുണ്ട് അത്യാവശ്യം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ വാതിൽമയൊക്കെ നോക്കി, അത്യാവശ്യം ഹാർഡായി നിൽക്കണ ഇതൊന്നും കിട്ടുന്നുണ്ട്.